ഞാൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുമില്ല. അവര് തെറി പറഞ്ഞിരിക്കുന്നത് എൻ്റെ പെങ്ങളെയോ എൻ്റെ അമ്മേനെയോ എൻ്റെ മോളെയോ ഒന്നുമല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ ഭാര്യനെ ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ കാമുകിയെ അല്ല. അവർ തെറി പറഞ്ഞത് ഈ നാട്ടിലുള്ള കൊച്ചു പെൺപിള്ളാരെയും അവരുടെ അമ്മമാരെയും കുറിച്ചൊക്കെ അനാവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിച്ചു. ഇനിയും പ്രതികരിക്കും, കേസുകളും കൊടുക്കും. ദിയാസന പറഞ്ഞ കണക്ക് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല. വേണ്ടി വന്നാൽ തല്ലിക്കൊന്നില്ലാലും ഞാൻ മടിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലുള്ള കുറച്ച് സ്ത്രീകൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും ചെയ്യും. ഒരു മടിയുമില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഞാനത് ആവർത്തിക്കുന്നു. എന്തായാലും പുതിയൊരു കേസും കൂടി തിരുവനന്തപുരത്ത് രജിസ്റ്റർ ആയി എന്ന് അറിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ആ കേസിലെങ്കിലും ഒന്ന് അകത്ത് പോവുകയാണെങ്കിൽ നോം ഹൃദാർത്ഥനായി. പിന്നെ വെള്ളിയുടെ വരുമ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എന്തായാലും ഒരു 101 തേങ്ങ നേർന്നിട്ടുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പലയും കണ്ടപ്പോൾ തന്നെ എന്താണ് ടോപ്പിക് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ വേറെയും വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവിടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ആദില നൂറ, അനുമോള് തുടങ്ങിയ ആളുകൾ രേണുസുതിയെ കാണുവാൻ വേണ്ടിയിട്ട് സുതിലയത്തിലേക്ക് പോയത്. ഇതിന്റെ വാർത്തകളെല്ലാം തന്നെ അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകൾ വഴി നമ്മളെല്ലാവരും കണ്ടതാണ്. പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അതെടുത്ത് വെച്ച് കണ്ടന്റ് ആക്കിയതാണ്. അതിനുശേഷം അനുമോള് കുറച്ച് ഓൺലൈൻ മീഡിയസിന് നൽകിയ ഒരു ബൈറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ബൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഞാനും എൻ്റെ ചാനലിൽ പറഞ്ഞതാണ്. അത് പറഞ്ഞ സമയത്തെല്ലാം അതിന് താഴെ വന്ന കമന്റ്, രേണുസുതിക്ക് ക്യാൻസർ ഇല്ല, അത് വെറും അടവാണ്, അവര് അഭിനയിക്കുന്നതാണ്, പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് ഇറക്കിയ അടവാണ് ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചന്റെ കുടുംബസ്വത്തല്ല കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവർക്ക് സോഷ്യൽ മീഡിയ റീച്ച് നേടാൻ വേണ്ടിയിട്ട് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞൊരു കഥ അടിച്ചിറക്കുന്നു. അതിനു വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫുകളും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലെ ICU റൂമിൽ ഇവരെ 2 ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ പറഞ്ഞതുപോലെ രേണുസുതിയുടെ അച്ഛൻ്റെ തറവാട്ട് സ്വത്തല്ല ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ കൃത്യമായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും നടത്തിയ ശേഷം മാത്രമേ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതൊരു പനിയായിട്ട് ചെന്നാൽ പോലും അതാണ് സംഭവിക്കുന്നത്. ഗുരുതരമല്ലാത്ത അസുഖങ്ങളുമായിട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ നേരെ അവിടുന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. കാരണം അത്രത്തോളം ആളുകൾ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരാൾ കാണിക്കുന്ന അടവിന് കൂട്ടു നിൽക്കാണ്ട് ഒരു ഡോക്ടറും തയ്യാറാകത്തില്ല. ഇൻ കേസ് തയ്യാറായാൽ തന്നെ ആ ഒരു ഡോക്ടറെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഡീബാർ ചെയ്യും. പിന്നീട് ഒരിക്കലും അയാൾക്ക് ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ആ ഡോക്ടർക്ക് കൂട്ടു നിൽക്കുന്ന ബാക്കി മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൂടാതെ നിയമ നടപടികളും നേരിടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് രേണുസുതി എന്ന് പറയുന്ന താരം നടത്തുന്ന ഒരു പൊറോട്ട് നാടകത്തിന് ഈ പറയുന്ന ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫുകളും കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. കാരണം എനിക്ക് അത്യാവശ്യം നിയമത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പിന്നെ മറ്റൊന്ന്, രേണുസുതി ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ക്യാൻസർ രോഗം അഭിനയിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇരിക്കുന്ന ആളുകൾ, അതായത് പോലീസിനാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലാണെങ്കിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ തലയ്ക്കകത്ത് ചകിരിച്ചോറുമായിട്ടല്ല ഇരിക്കുന്നത്. രേണുസുതി ഇത് പറഞ്ഞ് ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ നേരെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിന് ടെസ്റ്റ് എടുക്കും. ടെസ്റ്റ് എടുക്കുമ്പോൾ ഇവർക്ക് ക്യാൻസർ ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചീറ്റിങ്ങിനും കൂടി ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ പിടിച്ച് 7 കൊല്ലാകത്തിടും. സ്വർണ്ണക്കടത്തിന്റെ പണിഷ്മെന്റ് വേറെ. മനസ്സിലായോ? പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഇവർ ക്യാൻസറിനെ കുറിച്ച് പല നുണകളും പറയുന്നുണ്ട്. അതുമായിട്ട് ഈ കാര്യത്തെ കമ്പയർ ചെയ്യല്. ഞാൻ അതിനകത്ത് പറഞ്ഞത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു കാരണവശാലും ഒരു ഡോക്ടർ ആ പെൺകുട്ടിയുടെ ബ്രസ്റ്റിൽ വന്നിരിക്കുന്ന മുഴ അത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള മുഴയാണെന്നും അത് എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നും ഒരു പെൺകുട്ടിയോട്, 15 വയസ്സുള്ള പെൺകുട്ടിയോട് പറയില്ല. അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനിടയ്ക്കൊന്നും ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്നതൊക്കെ നുണയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ രേണുസുതിയുടെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് തങ്ങളോട് ആരോടും ഈ പറഞ്ഞ രേണു
ഇത്തരത്തിലൊരു മുഴയുടെ കാര്യമോ അത് ക്യാൻസറായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ രേണുസുതിയെ കുറിച്ചുള്ള പല സീക്രട്ടുകളും ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ തറപ്പിച്ച് പറയുന്നത് ഞങ്ങളോട് ആരോടും ഇവളിത് പറഞ്ഞില്ല, ഇത് ഇവള് പറയുന്ന ഒരു നുണയാണ് എന്ന് അവരുടെ സുഹൃത്തുക്കളിൽ പലരും എന്നോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ സംശയങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചാണ്. എന്തായാലും നമുക്ക് അനുമോള് ഈ പറയുന്ന ഓൺലൈൻ മീഡിയസിന് കൊടുത്തിരിക്കുന്ന ബൈറ്റ് അത് നമുക്ക് കണ്ടു നോക്കാം. അനു കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചിന്റെ അടുത്ത് പോയത് കണ്ടു. എന്താ ആളുടെ എങ്ങനെയുണ്ട്? പുള്ളിക്കാരിക്ക് എന്താ പറയണ്ടേ, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാ പുള്ളിക്കാരി കാണുന്നത്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പോയി അതിന് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പൊ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, വരും, ഉറപ്പായിട്ടും വരും. സെക്കൻഡ് കീമോ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിലും കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ഇനാഘോഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. സോ ഇതിനകത്ത് അനുമോള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണുസുതി എന്ന് പറയുന്ന ആള് ഭക്ഷണം കഴിക്കില്ലെന്ന്. അത് തീർത്തും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ രേണുസുതിയുടെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, രേണുസുതി ഏതെങ്കിലും ഒരു നേരം ഒരല്പം ഭക്ഷണം കഴിക്കും, അതിനുശേഷം ഇവർ കഴിക്കുന്നത് കൂടുതലും ഒരു ലേഹ്യമാണ്. അതായത് വണ്ണം വെക്കാനും മറ്റുമുള്ള ഒരു ലേഹ്യം, ആയുർവേദം. ആ ഒരു ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണവും നന്നായിട്ട് കഴിക്കണം. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരല്പം ഭക്ഷണം കഴിച്ച ശേഷം പിന്നീട് ഭക്ഷണമേ കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല, എന്നിട്ട് പകരം ഈ ലേഹ്യം കോരി തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കഴിക്കരുത്, അത് ചള്ളാണ് എന്ന് ഇവരുടെ പല കൂട്ടുകാരും പറഞ്ഞിട്ട് ഇവരത് ചെവിക്കൊള്ളുവാൻ തയ്യാറായിട്ടില്ല. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാൻസർ രോഗം ബാധിച്ച് കീമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടും ഇവർ ഭക്ഷണത്തോട് വിമുഖത കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ ചെന്ന ഒത്തിരി ആളുകൾ, നീ വേയല്ലേ, നീ അഴിഞ്ഞാടി നടന്നിട്ടല്ലേ നിനക്ക് ക്യാൻസർ വന്നത്, നന്നായി പോയി, ദൈവമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നത്. അങ്ങനെ പറയുന്നവരോട് എനിക്കൊരു കാര്യമേ ഉള്ളൂ പറയാനുള്ളൂ, നിങ്ങളുടെ വീട്ടിലുണ്ട് സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ വരാണ്ട് സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത്. അതായത് 30 വയസ്സ് കഴിഞ്ഞ ഒരു 100 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 40 പേർക്കെങ്കിലും ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ നടത്തിയത് കൊണ്ടും ഈ പറയുന്ന രീതിയിലെല്ലാം നടന്നതിന്റെ പേരിലൊന്നും അല്ല രേണുസുതിക്ക് ഈ ഒരു അസുഖം വന്നിരിക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ അവരുടെ DNA ഉണ്ടായിരുന്നിരിക്കാം ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യതകൾ. അത് ചിലപ്പോൾ ഇവര് ഈ പറയുന്ന ഭക്ഷണമൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ DNA ക്യാൻസറിന്റെ ഇത് ആക്ടിവേറ്റ് ആയതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം വന്നത്. അല്ലെങ്കിൽ ഇവർ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയ സമയത്ത് വന്നതാവാമെന്ന് ചിലർ പറയുന്നു. പക്ഷേ ഈ ഗ്ലൂട്ടാഥയോൺ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് പഠനങ്ങൾ പുറത്തു വന്നതായിട്ടൊന്നും എനിക്ക് അറിവില്ല. സോ ഒരു പക്ഷേ മേ ബി അങ്ങനെ വന്നതായിരിക്കാം. ഈ ഗ്ലൂട്ടാഥയോണിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്തതോ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഇവരുടെ DNA ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നതായിരിക്കാം. പറയാൻ പറ്റില്ല, അങ്ങനെയും വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങളാരും അവരെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പരിഹസിക്കരുത്. വിമർശിക്കാം, അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണു പടഞ്ഞ് വിമർശിക്കാം. ഞാനും വിമർശിക്കാറുണ്ട്, അവരെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യാറുണ്ട്. സോ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അവരെ വിമർശിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യത്തുള്ളൂ, കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യും. എനിക്ക് അതിനകത്ത് യാതൊരു ദാക്ഷിണ്യമില്ല, ഞാനൊരു എത്തിക്സും അവിടെ നോക്കാറുമില്ല. പിന്നെ ഇങ്ങനെയൊന്നും വളഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത് ആക്രമിക്കരുത്. പിന്നെ 1-2 വ്ളോഗേഴ്സിന്റെ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു.
പിന്നെ ഇപ്പോൾ നടക്കുന്ന പല പ്രവൃത്തികൾക്കും പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എനിക്ക്. എന്തായാലും ആ വിഷയത്തിലൊന്നും ഞാൻ പ്രതികരിക്കാണ്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. പിന്നെ മറ്റൊന്ന്, രേണുസുധിയുടെ സുഹൃത്തുക്കളോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് ഇവരോട് ഇത്തരം നെഗറ്റീവ് വിഷയങ്ങളിൽ പ്രതികരിക്കരുത് എന്ന് പറയണമെന്ന്. ഇവർ മറ്റ് കാര്യങ്ങളിൽ വീഡിയോ ചെയ്തോട്ടെ, അതായത് ഇവരുടെ ഡെയിലി റൊട്ടീനോ ഋതപ്പനുമായിട്ടുള്ള വിശേഷങ്ങളോ ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നോ ആശുപത്രിയിൽ പോയി കീമോ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുള്ള വിശേഷങ്ങളോ ആ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറയൂ. അല്ലാതെ ഈ പറയുന്ന കണക്ക് വലിയ കോൺട്രവേഴ്സികളിലേക്കൊന്നും ഇവരുടെ വീഡിയോസ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊക്കെ ഇവരുടെ സുഹൃത്തുക്കളോട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേൾക്കുമായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ ഇന്നലെയും വന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പുറത്തുനിന്ന് വന്ന കമന്റാണ്. അതിനകത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുമില്ല. അവര് തെറി പറഞ്ഞിരിക്കുന്നത് എൻ്റെ പെങ്ങളെയോ എൻ്റെ അമ്മേനെയോ എൻ്റെ മോളെയോ ഒന്നുമല്ല. ഞാൻ കല്യാണം കഴിച്ചില്ല, എൻ്റെ ഭാര്യനെ ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ കാമുകയല്ല. അവർ തെറി പറഞ്ഞത് ഈ നാട്ടിലുള്ള കൊച്ചു പെൺപിള്ളാരെയും അവരുടെ അമ്മമാരെ കുറിച്ചൊക്കെ അനാവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിച്ചു. ഇനിയും പ്രതികരിക്കും, കേസുകളും കൊടുക്കും. ദിയാസന പറഞ്ഞ കണക്ക് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല. വേണ്ടി വന്നാൽ തല്ലിക്കൊന്നില്ലാരും ഞാൻ മടിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലുള്ള കുറച്ച് സ്ത്രീകൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും ചെയ്യും. ഒരു മടിയുമില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോഴും ഞാനത് ആവർത്തിക്കുന്നു. എന്തായാലും പുതിയൊരു കേസും കൂടി തിരുവനന്തപുരത്ത് രജിസ്റ്റർ ആയി എന്ന് അറിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ആ കേസിലെങ്കിലും ഒന്ന് അകത്ത് പോവുകയാണെങ്കിൽ നോം ഹൃദാർത്ഥനായി. പിന്നെ വെള്ളിയുടെ കിട്ടുമ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എന്തായാലും ഒരു 101 തേങ്ങ നേർന്നിട്ടുണ്ട്. നടക്കുമായിരിക്കും. ശരി എന്നാ, ബൈ.